കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അടുത്ത ആഴ്ച എന്ന് പറഞ്ഞ ഈ അപർണയ്ക്കും അജയ്ക്കും പ്രഭാവതിക്കും കനത്ത തിരിച്ചടിയാണ് കിട്ടാനായിട്ട് പോകുന്നത്. ഇത്രയും കാലം അഹങ്കരിച്ചിരുന്നതിന് പ്രഭാവതിക്കൊട്ടൊക്കെ നല്ല വമ്പം പടി തന്നെ സൂര്യനാരായണൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനും കേൾക്കാനും ആയിട്ട് പോണത്. കഴിഞ്ഞ ദിവസം കണ്ടു. അങ്ങനെ അവസാനം പൊന്നുവിനെ കണ്ടെത്തുവാണ്. പൊന്നു വേറൊരിടത്തേക്കും അല്ല, ക്ഷേത്രത്തിലേക്കായിരുന്നു വന്നിരുന്നേ. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ആ കുഞ്ഞു മനസ്സിൽ പോലും അച്ഛൻ എങ്ങനെയായാലും ജീവിതത്തിലേക്ക് മടങ്ങി വരണം, മരിച്ചു പോകരുത് എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ സ്വന്തം മകനായ അജയ്ക്കോ അല്ലെങ്കിൽ ഭാര്യയായ പ്രഭാവതിക്കോ പോലും ആ കുഞ്ഞു മനസ്സിന്റെ അത്ര ഒരു നൊമ്പരം പോലും ഉണ്ടായിരുന്നില്ല. പൊന്നുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോഴാണ് ജാനകിക്കും അബിക്കും ഒരു സമാധാനമായത്. പിന്നീട് പൊന്നുവിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, മോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നാ, അച്ഛൻ മരിച്ചു പോകുന്നു പറയുന്നു, ശരിയാണോ അമ്മേന്ന് ചോദിക്കാം. ഇത് കേട്ടതും അബി പൊന്നുവിനെ ചേർത്ത് പിടിക്കുകയാണ്. ഇല്ല മോളെ, അച്ഛനൊന്നും സംഭവിക്കില്ലെന്ന് പറയണം. ഈ സമയം തിരുമേനി പറഞ്ഞു, ദേ ഇങ്ങനെ ഒരു മോളെ കിട്ടി നിങ്ങൾ ഭാഗ്യം ചെയ്താണ്. കണ്ടില്ലേ മുത്തശ്ശനോടുള്ള ആ കുഞ്ഞിന്റെ സ്നേഹം എത്രമാത്രമാണ്. ഒരു പക്ഷെ നിങ്ങൾ വളർത്തിയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ സൂര്യനാരായണ സാറിന്റെ ആ ഒരു ഇതായിരിക്കും ഈ കുഞ്ഞിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എത്ര നല്ല മിടുക്കി മോളാണ്. ഈ ഇത്രയും ചെറിയ പ്രായത്തില് ഇവള് പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിക്കുന്നുണ്ട്. ഇതെല്ലാം തിരുമേനി പറഞ്ഞു കഴിയുമ്പം എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അബിക്കും ജാനകിക്കും ഉണ്ടായിരുന്നേ. പിന്നീട് പൊന്നുവിനോട് പറഞ്ഞു, മോളിനി വീട്ടിലേക്ക് പോയിക്കോളാൻ പറയാണ് അമ്മയുടെ കൂടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൊന്നു പറഞ്ഞു, ഇല്ലച്ചാ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറയണം. ഹോസ്പിറ്റലിലേക്കോ? അതെ, എനിക്ക് അച്ഛനെ കാണണം. അച്ഛനെ കണ്ട് അച്ഛന് നെറ്റിയയിലെ ഈ പ്രസാദം തൊട്ടു കൊടുക്കണമെന്ന് പറയാം. അതെങ്ങനെയാ മോളെ ശരിയാവണേ? ഞാൻ വരും അച്ഛൻ്റെ കൂടെ, എനിക്ക് കാണണം എന്ന് പറയാം. ഐസിയിലെ കുട്ടികളെ കയറ്റില്ല എന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വരണമെന്ന് പറയാം. അവസാനം പൊന്നുവിനെ നിർബന്ധത്തിന് വഴങ്ങുവാണ്. ജാനകി പറഞ്ഞു, അബിയേട്ട ഒരു കാര്യം ചെയ്യും, പൊന്നുവിനെ കൊണ്ടുപോകാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരോട് ചോദിച്ചു നോക്കാം. ഇനി ചോദിച്ചിട്ട് കാണാൻ കയറ്റുമെങ്കിൽ പൊന്നുവിനെ കൊണ്ട് കാണിക്കാം. കാരണം കുഞ്ഞിന്റെ ആഗ്രഹമല്ലേ. അത് അച്ഛനും ഭയങ്കര സന്തോഷമാവും പൊന്നുവിനെ കണ്ടു കഴിയുമ്പോൾ എന്നൊക്കെ അബിയോട് ജാനകി പറയുന്നുണ്ട്. പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് തമ്പി അജയനെ കാണാനായിട്ട് വരുന്നുണ്ട്. അജയനെ കണ്ടു പറഞ്ഞു, അജയ് നിന്റെ വീട്ടിലെ വാസം ഏകദേശം തീരാറായല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട അജയ് പറഞ്ഞു, നിങ്ങളോട് ആര് പറഞ്ഞു? എനിക്കറിയാലോ, അപർണ എന്നോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മൂത്ത മാനെന്ന സ്ഥാനം പോലും നിനക്കില്ലാതാവും. എല്ലാം അബി കൊണ്ടുപോകുന്നു പറയാം. ഇത് കേട്ടപ്പോ അജയ് പറഞ്ഞു, ഒരു കാരണവശാലും അബി കൊണ്ടുപോകാനായിട്ട് പോകുന്നില്ല. എടാ അവൻ തന്ത്രം പഠിച്ചവനാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവൻ ഭയങ്കര തന്ത്രശാലിയാ. അവൻ ആ വിൽപ്പത്ത റദ്ദ് ചെയ്തിട്ട് അളകാപുരി പിടിച്ചടക്കാനുള്ള ഭാവ. അതിനു വേണ്ടിയിട്ട് അവൻ സൂര്യയോടൊപ്പം കൂടിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അളകാപുരി വീതം വെച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ലെന്ന് പറയാം. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ അജയ് പറഞ്ഞു, അല്ലെ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് അബിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ കൊണ്ടുവരണം എന്ന് പറയാണ്. എന്തൊക്കെ ഒരു ചതി മണക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു അന്വേഷണം നടക്കണം. നിന്റെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്ക്. പിന്നെ നിന്റെ അച്ഛൻ പറയുമോന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിൽ അബിയുടെ അമ്മ ആരാ എന്താന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തണം. ചിലപ്പോ അതൊക്കെ വെറുതെ പറയുന്നതാണോ, അങ്ങനെ ഒരു സ്ത്രീ ഇല്ലെങ്കിലോ ഉണ്ടെങ്കിൽ കണ്ടെത്തണം. അബിക്ക് സ്വത്തുക്കളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൂര്യനാരായണന്റെ തന്ത്രമാണെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അജയനെ ഒന്ന് പിരികേറ്റി വിടുന്നുണ്ട്. അജയ് ഇതെല്ലാം വിശ്വസിച്ചു. ഈ തമ്പി തന്നോട് പറയണെല്ലാം തന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് അജയ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തന്റെ പതനം കാണാന്നുള്ള കാര്യം ഈ പറയുന്ന അജയ്ക്ക് അറിയത്തില്ല. അപർണയും തമ്പിയും ചേർന്നിട്ട് അളകാപുരി അങ്ങനെ കുത്തി ചാമ്പലാക്കാനായിട്ട് അല്ലെങ്കിൽ കത്തിച്ച് ചാമ്പലാക്കാനായിട്ട് ശ്രമിക്കുന്ന പരിപാടിയാന്നുള്ള കാര്യം ഈ പറയുന്ന അജയ്ക്കും അറിയത്തില്ലോ. പിന്നീട് അജയ് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം നിരഞ്ജനയ്ക്ക് വല്ലാത്തൊരു വിഷമാണ് അജയുടെ ഇപ്പോഴത്തെ മനമാറ്റത്തില്. കാരണം അജയ്ക്ക് നിരഞ്ജനയോട് ഒരു താല്പര്യമില്ല. എപ്പം നോക്കിയാലും നിരഞ്ജനയെ കുറ്റപ്പെടുത്തും. കാരണം മറ്റൊന്നുമല്ല, നിരഞ്ജന ഈ പറയുന്ന അജയുടെയോ അപർണയുടെയോ കാര്യങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കില്ല. കൊള്ളരുതായ്മയ്ക്കൊന്നും കൂട്ടു നിൽക്കാനായിട്ട് അവളെ കൊണ്ട് സാധിക്കില്ല. അവൾക്ക് ഇങ്ങനൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത് ജാനകിയും അബിയും ചേർന്നിട്ടാണ്. അപ്പൊ അവരോടൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ജാനി അടുത്ത് അഭിയാടം ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെന്ന് നിരഞ്ജനയ്ക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം നിൽക്കാനേ പറ്റുള്ളൂ. പക്ഷെ അജയ്ക്കാണ് കട്ടക്കലിപ്പ. നിരഞ്ജന അജയോടൊപ്പം നിൽക്കാത്തതിന്റെ പേരില്. പിന്നീട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപർണ അങ്ങോട്ടേക്ക് വരുന്നത്. എന്ത് പറ്റി? വല്ലാത്തൊരു ആലോചനയാണല്ലോ എന്ന് പറയും. ഇത് കേട്ടതും നിരഞ്ജന ദേഷ്യപ്പെട്ട അപർണയെ നോക്കുകയാണ്. അതെ, എന്നോട് കട്ടക്കലിപ്പ് കാണിച്ചിട്ട് കാര്യമില്ല. നിന്റെ ഭർത്താവ് നിന്നെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ കാരണക്കാരി നീ തന്നെയാന്ന് പറയാ.
സ്വന്തം ജീവിതം നശിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ സുഖം തേടി പോകുന്ന, മറ്റുള്ളവരുടെ സുഖം നീ നോക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടി നീ നിലകൊള്ള കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. സ്വന്തമായിട്ടൊരു ജീവിതമാണ്, അത് നല്ല രീതിയിൽ പോകാനായിട്ട് നീ നിന്റെ ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന ബുദ്ധി, അല്ലാതെ മറ്റുള്ളവരോടൊപ്പം ചേർന്നിട്ട് നിന്റെ ഭർത്താവിനെ അങ്ങനെ ചെറുതാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇതല്ല ഇതിലപ്പുറം കിട്ടുമെന്ന് പറയണം. ഇത് കേട്ടതും നിരഞ്ജനയ്ക്ക് ദേഷ്യം വന്നു. നിരഞ്ജന അപർണയോട് പറഞ്ഞു, എനിക്കറിയാം എന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്, എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിന്റെ ഭർത്താവ് അജയ് എന്ത് കാര്യത്തിന് ഏത് കാര്യത്തിന് എന്നെയാ സമീപിക്കുന്നത്, എന്നോടാണ് ഒരു അഭിപ്രായം ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാ? നിന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നിനക്കറിയില്ല, അല്ലെങ്കിൽ നിന്റെ അടുത്തുനിന്ന് ഒന്നും കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജനയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നിരഞ്ജന ദേ ഒരക്ഷരം മിണ്ടിപ്പോയേക്കല്ലെന്ന് പറയാം. എനിക്കറിയാടി നീ ഈ അളകാപുരം തകർക്കാനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അപർണേ. നിനക്ക് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ ഇവിടുത്തെ അച്ഛനെ. ഓ, എനിക്ക് അങ്ങേരെ അറിയാം, അങ്ങേരെ ഇപ്പൊ തളർന്നു കിടക്കുമല്ലേ, ഇനി അങ്ങേരെ കൊണ്ട് എന്തിനു പറ്റും? അധികം വൈകാതെ ഉണ്ടോ ഈ പറയുന്ന അബിയും ജാനയൊക്കെ വീടിന് പുറത്താവും. ആ സമയത്ത് നിനക്ക് ഇവിടെ ഒരു പിടിച്ചതുകൊണ്ടാണെങ്കിൽ നീ അപർണയുടെ അജയോടൊപ്പം കൂട്ട് നിന്നാൽ മാത്രമേ നിനക്കൊരു നിലനിൽപ്പുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നീ ഈ വീടിന് പുറത്തേക്കായിരിക്കും എന്ന് പറയാം. ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. നിന്റെ ഒന്നും കൊള്ളരുതായ്മയ്ക്ക് ഒരു കാരണവശാലും നിന്നോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കില്ലെന്ന് വെട്ടി തുറന്ന് അങ്ങോട്ട് പറയുവാണ് നിരഞ്ജന. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അപർണ, ഓഹോ നിനക്ക് അത്രമാത്രം അഹങ്കാരമാണെന്ന് നിൽക്കും. അഹങ്കാരമാ, ഇച്ചിരി അഹങ്കാരം തന്നെ കൂട്ടിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നിന്നെപ്പോലെ ഇത്ര തേടറായിട്ട് പണിക്കുന്നു ഈ നിരഞ്ജനന് കിട്ടില്ല എന്ന് പറയാണ്. ഞാൻ നല്ല അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാന്ന് പറയാം. ഓ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണ ഒരു കളിയാക്കി ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. നിരഞ്ജന അങ്ങനെ വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. അജയനെ എങ്ങനെയെങ്കിലും ഈ അപർണയുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചാൽ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ലെന്ന് മനസ്സിലായി. ഈ സമയം പൊന്നുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുവാണ് അബിയും ജാനയും കൂടെ. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ പൊന്നു പറഞ്ഞു, എനിക്ക് അച്ഛനെ കാണണമെന്ന് പറയാം, ഒരു കാര്യം ചെയ്യാം, മോൾ ഇവിടെ നിൽക്കുക, ഞാൻ ആ നേഴ്സമ്മയോടൊന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബി അങ്ങോട്ട് ചെല്ലുവാണ്. അബി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് നേഴ്സ് വരുന്നുണ്ട്. എന്ത് ചോദിച്ചു, അല്ലേ എൻ്റെ മോൾക്ക് അവളുടെ അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ടെന്ന് പറയാം. അയ്യോ അത് പിന്നെ ഡോക്ടർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവെന്ന് പറയാണ്. ഇതായിട്ട് പൊന്നു പറഞ്ഞു, ഞാൻ ഒന്ന് കയറി കണ്ടോട്ടെ, ഒരു തവണ ഈ അച്ഛനെ ഈ പ്രസാദം ഒന്ന് തൊട്ട് കൊടുത്തിട്ട് ഞാൻ അപ്പം തന്നെ ഇറങ്ങിക്കോളാന്ന് പറയാം. ഇത് തൊട്ട് കൊടുത്താൽ എൻ്റെ അച്ഛൻ്റെ എല്ലാ അസുഖവും മാറുമെന്ന് പറയാം. ആ പിഞ്ചു മനസ്സിൽ അത്രമാത്രം ഉണ്ട്, തൻ്റെ അച്ഛൻ്റെ രക്ഷപ്പെടുമെന്നൊരു ചിന്തയുണ്ട്. അവസാനം നേഴ്സ് പറഞ്ഞു, പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങുമെന്ന് ചോദിക്കാം. ഇറങ്ങുമെന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യാണ്, അവള് പൊന്നൂസേനെ അകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറി ചെന്നിട്ട് സൂര്യനാരായണന്റെ അടുത്ത് നിന്നിട്ട് അച്ഛച്ചാന്ന് വിളിക്കുവാണ്. ഈ വിളിയൊച്ച കേട്ടത് മയങ്ങി കിടക്കുന്ന സൂര്യനാരായണൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുവാണ്. പൊന്നൂസിനെ കണ്ടത് എന്തെന്നില്ലാതെ സന്തോഷം. അച്ഛനും മോളും ഇങ്ങോട്ട് വരാൻ പറയാണ്. അങ്ങനെ അടുത്തേക്ക് ചെല്ലുവാണ്. അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് തൊടാൻ പോലും, കൈയോർത്ത് തൊടാൻ പോലും പറ്റില്ലോ. ആ ഒരു വിഷമം സൂര്യനാരായണന്റെ മനസ്സിലുണ്ട്. കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അച്ഛൻ എന്താ കരയുവാണെന്ന് നിൽക്കും. കരയുമൊന്നുമല്ല, സന്തോഷം കൊണ്ടാ അച്ഛൻ്റെ മോള് വന്നല്ലോ എന്നൊക്കെ പറയുവാണ്. പിന്നീട് പൊന്നൂസ് പറഞ്ഞതേ, അച്ഛന് വേണ്ടി ഞാൻ ദേവിയോട് പോയി പ്രാർത്ഥിച്ചായിരുന്നു, ഈ പ്രസാദമായി അച്ഛന് നെറ്റിയെ തൊട്ട് തന്നാല എല്ലാ അസുഖങ്ങളും ഭേദമാവെന്ന് പറഞ്ഞിട്ട് പൊന്നൂസ് എന്ത് ചെയ്യാണ്, ആ കൈ കരുന്നിരുന്ന ഇലച്ചീന്തിൽ നിന്ന് ആ ഇത്തിരി പ്രസാദം ആ തിരുനെറ്റിയിലേക്ക് അങ്ങോട്ട് തൊട്ട് കൊടുക്കുകയാണ്. ഒരു നിമിഷം അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഇതിനു തൻ്റെ ഭാര്യ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല, തൻ്റെ മക്കൾ പോലും ഇങ്ങനെ വന്ന് ചെയ്തു തന്നിട്ടില്ല. പക്ഷെ ഇത്തിരി ഇല്ലാത്ത ഈ കുഞ്ഞ് തന്നെ മനസ്സിലാക്കി തൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അറിയാതൊരു സന്തോഷവും ഒരു ആത്മധൈര്യവും ഒക്കെ സൂര്യനാരായണന് വന്നു. പെട്ടെന്ന് സൂര്യനാരായണൻ ഇങ്ങനെ പൊന്നൂനെ ഒന്ന് പിടിക്കാനായിട്ട് കൈ ഉയർത്താൻ നോക്കിയപ്പോൾ ഓർത്ത, അയ്യോ കൈ പൊങ്ങില്ലല്ലോ എന്നുള്ള കാര്യം. പക്ഷേങ്കിൽ സൂര്യനാരായണന്റെ അത്ഭുതം നടക്കുകയാണ്. സൂര്യനാരായണന്റെ വിരൽ അനങ്ങുവാണ്. അതൊരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. പതുക്കെ വിരലൊന്ന് അനങ്ങി. അതൊരു പോസിറ്റീവ് സിഗ്നലായിരുന്നത്. കാരണം പൊന്നൂസ് അത് തൊട്ട് കൊടുത്ത ഉടനെ എന്തോ ഒരു വൈബ്രേഷൻ ഉണ്ടായി അദ്ദേഹത്തില്. അങ്ങനെ പൊന്നൂസിനോട് ഇച്ചിരി സമയം കൂടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പൊന്നൂസ് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ റൗൺസിനെ ഒന്ന് പരിശോധനകളൊക്കെ നടത്തുവാണ്. ആ സമയത്താണ് ഡോക്ടർ ആ കാഴ്ച കാണുന്നത്, കൈവിരൽ അനങ്ങുന്നത്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ അബീനെയും ജാനകിനെയും അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോൾ അബിയോട് കാര്യങ്ങളൊക്കെ പറയണം. അബി ചോദിച്ചു, അല്ല എന്താ ഡോക്ടറെ, എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ, അച്ഛൻ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോന്ന് ചോദിക്കും. മാറ്റങ്ങൾ അതെല്ലാം മനുഷ്യർക്കും അനിവാര്യമായ ഒന്നല്ലേ, നല്ലൊരു സിഗ്നലാ കിട്ടിയിരിക്കുന്നത്. സൂര്യസാറിന്റെ കൈവിരലൊക്കെ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണം. ഇതെങ്ങനെ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു ഞങ്ങൾക്ക് പോലും അറിയത്തില്ല, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല, ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേങ്കിൽ സൂര്യസാർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നോണ്ടിരിക്കുക. ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് പറയാം. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അബിക്ക് ജാനയ്ക്കും ഉണ്ടായിരുന്നേ. അച്ഛനങ്ങനെ ജീവിതത്തിലേക്ക് മടങ്ങിയാൽ മതി, വേറെ ഒന്നും വേണ്ട, സ്വത്തും പണവും ഒന്നും തങ്ങൾക്ക് വേണ്ട, അച്ഛനെ മാത്രം മതി. ഒരു വാടക വീട് എടുത്താണെങ്കിൽ അവിടെ പോയി താമസിച്ചോളാം എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട്
സൂര്യനാരായണൻ ഒരു തീരുമാനം എടുക്കുകയാണ്. സക്കീർ വക്കീലിനെ വിളിക്കാൻ പറഞ്ഞു. വക്കീലിനെ വിളിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കുന്നുണ്ട്. അതിനുശേഷം അബിയോട് പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യണം, എല്ലാരെയും വിളിക്കണം, എല്ലാവരോടും ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയണം, സ്വത്തിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം എന്ന് പറയണം. ഇത് കേട്ടോ അബി പറഞ്ഞു, ഈ അവസ്ഥയെ വേണോ അച്ഛാ, എന്തിനാ അങ്ങനെ ഒരു നീക്കം, അതിന്റെ കാര്യമില്ലെന്ന് പറയണ, വേണം, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതെല്ലാം നടത്തണം. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിന്റെ പേരിൽ കടിപിടി ഉണ്ടാകാൻ പാടില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പക്ഷെ അബിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു പക്ഷെ അച്ഛന്റെ മനസ്സ് പിടയുന്നുണ്ടായിരിക്കും. അച്ഛൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല താൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അളകാവൊരു ഭാഗം വെച്ച് ഓരോരുത്തരും ഓരോ വഴിക്ക് പോണേ. അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അച്ഛൻ്റെ ആഗ്രഹമല്ലേ. അവസാനം അബി എല്ലാവരെയും വിളിക്കുകയാണ്. അമലിനെയും എല്ലാവരെയും വിളിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയണം, ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന്. ഇത് കേട്ടോ അജയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, സ്വത്ത് വീതം വെച്ച് കിട്ടുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് പ്രഭാവതിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അമ്മേ, അച്ഛൻ സ്വത്ത് ഭാഗം വെച്ച് തരുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, അറിയാലോ, വീടിന്റെ കാര്യത്തില് അമ്മയൊരു നിലപാടും കൂടി എടുക്കണമെന്ന് പറയണം. അത് കേട്ടൻ പ്രഭാവതി, ഞാനിത് നിലപാട് അല്ല, വീട് ആരുടെ പേർക്കാ വേണ്ടെന്ന് അമ്മയ്ക്ക് അറിയാലോ, അതുകൊണ്ട് അമ്മ ആ ഒരു നിലപാടങ്ങൾ എടുക്കണമെന്ന് പറയാണ്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഇരിക്കുകയാണ്. സുമംഗല ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, ദേ പ്രഭാവതി, ഒരു കാരണവശാലും വീട് കൈവിട്ട് പോകാൻ നോക്കണം. ആ അബിയും ജാനയും കൂടെ കൂടിയിട്ടുണ്ട്, എന്താ ഏതാണെന്നും അറിയത്തില്ലെന്ന് പറയണം. ആ സമയം അപർണയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അളുകാപുരി വീട് സ്വത്തുക്കളും കൂടുതൽ തങ്ങൾക്ക് കിട്ടണം. അത് മാത്രമല്ല, ഇത് വീതം വെച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഭൂരിഭാഗം കിട്ടണത് തങ്ങൾക്കായിരിക്കണം. അങ്ങനെ അളുകാപുരി കീഴടക്കണം എന്നൊരു ചിന്തയോട് കൂടിയാണ് അപർണ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിൽ ചെന്ന് നിൽക്കുകയാണ്. ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ വയ്യാതെ കിടന്നിട്ട് തിരിഞ്ഞു നോക്കാതിരുന്ന പ്രഭാവതിയും അജയും ഒക്കെയാണ് സ്വത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ഓടിച്ചെന്നിരിക്കുന്നത്. അത് സൂര്യനാരായണന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സക്കീർ വക്കീൽ ചോദിച്ചു, അല്ല അജയനും ഒക്കെ ഇതിനു മുമ്പ് ഇതിൽ കണ്ടിട്ടേ ഇല്ല എന്ന് പറയണ. അത് പിന്നെ ഞാൻ കുറച്ച് തിരക്കിലായി പോയി വക്കീലെന്ന് പറയാം. ഓ, അച്ഛൻ ഇവിടെ വയ്യാതെ കിടപ്പിലാകുമ്പോഴായിരിക്കും അജയുടെ ഇത്ര വലിയ തിരക്കെന്ന് ചോദിക്കുകയാണ്. അജയ്ക്ക് നൈസായിട്ട് കുത്തും കുളുമിച്ചിട്ട് വർത്താനമൊക്കെ പറയുന്നുണ്ട്. അജയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ അവസാനം സക്കീർ വക്കീല് കാര്യങ്ങൾ വിൽപത്രം വായിക്കാൻ തുടങ്ങണം. അപ്പൊ എല്ലാരും ചുറ്റിക്കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ വിൽപത്രം വായിക്കുകയാണ്. അളകാപുരി അത് അബിയുടെയും ജാനകിയുടെയും പേരിലേക്കാണ് എഴുതിയിരിക്കുന്നത്. അബിക്കും ജാനകിക്കും ആയിരിക്കും അളകാപുരി കിട്ടണേന്ന്. തലയിൽ ഒരു കൂടം കൊണ്ട് അടിച്ച അവസ്ഥയിലായി അപർണയ്ക്കും അജയ്ക്കും പ്രഭാവതിക്കും ഒക്കെ. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അല്ല, ഇതെങ്ങനെ ശരിയാവും എന്ന് അജയ് ചാടി ചോദിക്കുകയാണ്. വക്കീല് പറഞ്ഞു, ഈ പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, എഴുതിയ പ്രകാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അത് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, അതിനൊരു മാറ്റമല്ലെന്ന് പറയണം. പിന്നെ ബാക്കിയുള്ളവരുടെ സ്വത്തൊക്കെ ബാക്കിയുള്ളവർക്കുള്ള വീതമൊക്കെ എഴുതിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ചില നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. ഇനി അതിനും നിബന്ധനകളോ? അതെ, ആ സ്വത്തുക്കൾ നിങ്ങളുടെ പേരിലേക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ നിബന്ധനകളൊക്കെ പാലിച്ചേ മതിയാവുള്ളൂ, എങ്കിൽ മാത്രം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ആ വീടിന്റെ പുറത്തായിരിക്കും സ്ഥാനം, എല്ലാവരും പുറത്തു പോകുന്നു പറയാണ്. എന്ത് ചെയ്യാൻ പറ്റും, പെട്ടുപോയില്ലേ. അപ്പൊ നിബന്ധന എന്നാന്ന് വക്കീല് പറയുന്നുള്ളൂ. എന്താ നമുക്കറിയില്ല, അടുത്ത ആഴ്ച ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം. പക്ഷെ നിബന്ധന ചെറുതായിരിക്കില്ല. കാരണം കുറച്ച് ദിവസം കടന്നപ്പോ തന്നെ സൂര്യനാരായണന് മനസ്സിലായി തന്റെ അവസാന കാലം വരെ തന്നോടൊപ്പം നിൽക്കുന്ന മകൻ ആരാന്നുള്ള കാര്യം. അതുകൊണ്ട് സൂര്യനാരായണൻ ഇനി വെറുതെ വിടത്തില്ല ഒന്നിനെ, എല്ലാത്തിനും നല്ല 8ന്റെ പണി തന്നെയാ കൊടുക്കാൻ പോണേ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇനിയിപ്പോ സൂര്യനാരായണൻ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യും. ആ വിശേഷങ്ങളൊക്കെ വരാൻ പോകുന്നത് നല്ല സന്തോഷകരമായ വിശേഷങ്ങളാ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.